നമ്മൾ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അബ്രഹാമിൻ്റെ വിളിയെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ അബ്രഹാമിൽ നിന്ന് പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, അബ്രഹാമിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, താൻ ദൈവവിളി കേട്ടു, ദൈവവിളി അനുസരിച്ചു, ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ താൻ സ്വന്തം ബുദ്ധിക്ക് അല്ലെങ്കിൽ സ്വന്തം ചിന്തകൾക്ക് സ്വന്തം തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അബ്രഹാമിനെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യ പകുതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അബ്രഹാമിൻ്റെ ലൈഫ് ഒരു 100% വെച്ച് അല്ലെങ്കിൽ 100-ൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 25% തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ചിന്തകൾ തൻ്റെ ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു അബ്രഹാം. അതിനുശേഷം വന്നാൽ മറ്റുള്ളവരുടെ ബുദ്ധി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഒരു അബ്രഹാം. അത് കഴിയുമ്പോഴത്തേന് തന്നെ 25 50 ഈ 50% കഴിയുമ്പോഴത്തേക്കിന് താൻ തൻ്റെ സകലതും ദൈവത്തിന് കൊടുത്തു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു അബ്രഹാമിനെ പറ്റി ബൈബിൾ പറയുന്ന വാക്കുകൾ, അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാം. പിന്നെ പറയുന്നൊരു വാക്ക്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായതെന്നും എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസം വന്നതും എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 12-ാം അധ്യായമാണല്ലോ. 12-ാം അധ്യായം 1-ാം വാക്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനിയും 2-ാം വാക്യം മുതലുള്ള അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ഇതിന് 7-fold ബ്ലെസ്സിങ് അല്ലെങ്കിൽ അബ്രഹാമിന് ലഭിച്ച 7 അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ബൈബിൾ ഈ അനുഗ്രഹത്തെ വിളിക്കുന്നത്. ഇത് നമുക്കുള്ളതാണെന്ന് ദൈവവചനം പറയുന്നു. ക്രിസ്തുയേശുവിലൂടെ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള നമുക്ക് ഇത് ലഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒന്നാമത്തെ അനുഗ്രഹം ഇപ്രകാരം കാണുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിങ്ങൾ എഴുതിയെടുക്കുന്നവർ അത് എഴുതി വെക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊരു സ്ക്രീൻഷോട്ടല്ല, ഒരു പോസ്റ്റർ നിങ്ങൾക്കൊക്കെ അയച്ചു തന്നിരുന്നു. എൻ്റെ വീട്ടിൻ്റെ ബെഡ്റൂമിലും അതുപോലെ തന്നെ ഹോൾ റൂമിലും ഉള്ളൊരു വാൾപേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. ഞാൻ ആരെങ്കിലും എന്നെ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ ക്ഷണിക്കുമ്പോൾ ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുള്ളത് അത് അവക്കുവാണെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ അകത്ത് ഇത് ചെയ്തിട്ട് ഞാൻ കൊടുക്കും. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഹൗസ് വാമിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ വിളിച്ചത് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കാനാണെന്ന്. ആമേൻ. അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ നോക്കിയാൽ അതെങ്ങനെ എന്ന് നമുക്കറിയത്തില്ല. കാര്യം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇതൊക്കെ നടക്കുമോ? അബ്രഹാം പറഞ്ഞടാ, നീ കൂടാരത്തിൻ്റെ പുറത്തോട്ടൊന്ന് വാ. കൂടാരത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? നീ നിൽക്കുന്ന ഈ മണൽ കണ്ടോ? ഈ മണൽ തരി പോലെ നക്ഷത്രങ്ങളെ കണ്ടോ? ഈ നക്ഷത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ, ഞാനത് പലപ്പോഴും ആലോചിച്ചു, ദൈവം എന്തിനാ ഈ മണൽത്തരിയും ആകാശത്തിലെ നക്ഷത്രവും എന്നൊക്കെ പറഞ്ഞത്? കാര്യം ഇത് രണ്ടും എണ്ണാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ജാഥ നമുക്കറിയാം, രാഷ്ട്രീയക്കാരൊക്കെ ജാഥയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയും, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ലക്ഷം പിന്നാലെ, കൂടി വന്നാൽ 10 പേരെ കാണത്തുള്ളൂ. പക്ഷേ അവർക്കത് ലക്ഷങ്ങളാണെന്ന് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ലക്ഷങ്ങളെ, കോടികളെ കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ അബ്രഹാം നീ എണ്ണ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ എങ്ങനെ നോക്കിയാലും ഒന്നെങ്കിൽ താഴെ ഇല്ലെങ്കിൽ മേളിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എനിക്കൊന്നും നോക്കാനില്ല, ഒന്നെങ്കിൽ മേളിൽ ആകാശവും താഴെ ഭൂമിയോ ഉള്ളെന്ന്. അത് സത്യമാണ്. നമ്മൾ നടക്കുമ്പോൾ മണൽത്തരിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മണ്ണ് കാണുമ്പോൾ ആലോചിച്ചോണം എന്നോട് പറഞ്ഞ വാഗ്ദത്തം. മണ്ണില്ലാത്ത, പൊടിയില്ലാത്ത ഒരു വീടും കാണത്തില്ല. എത്ര വലിയ വീടാണ്, എത്ര വാക്കും ഇതാണെന്ന് പറഞ്ഞാലും ഒന്ന് തൂത്ത് നോക്കിയാൽ അവിടെ എന്തോ കാണും?
പൊടിയാണ്. പൊടി. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ പൊടി കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഹോ, എൻ്റെ വാക്തത്വം അതിവിടെ ഉണ്ടെന്ന്. ഇവിടെ ഉണ്ട്. ഇനിയും ശരി, പൊടിയെല്ലാം മാറി പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ച മേളിൽ കാണുന്ന എന്തുവാ? ആകാശം. നമ്മൾ എങ്ങനെ നടന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ കാണുന്ന കാര്യങ്ങളാണ് നിലവും ആകാശവും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ നോഹയോട് പറഞ്ഞപ്പം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഇനിയും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല. അതിനടയാളമായിട്ട് ഞാൻ എന്തോ ചെയ്തു? മഴവില്ല് മഴവിൽ. വെച്ചെന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ അവകാശത്തിൻ്റെ ഉറപ്പ് ദൈവം തന്നിരിക്കുന്നത് എന്താണെന്നറിയാം? താഴത്തെ പൊടി, മേളത്തെ ആകാശം. അത് കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. കർത്താവെ, അങ്ങൻ്റെ പൂർവ്വപിതാവിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ പൊടി എണ്ണാൻ പറ്റത്തില്ലെന്ന് കർത്താവെ അങ്ങ് പറഞ്ഞതുപോലെ, അതുപോലെ എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് അങ്ങ് വാഗ്ദത്തം പറഞ്ഞതാണല്ലോ എന്ന് നമ്മൾ ഓർക്കണം. ഒന്നാമത്തെ അനുഗ്രഹം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്, അബ്രഹാമിൻ്റെ ഭാര്യയോ മച്ചിയായിരുന്നു എന്ന്. 11-ാം അധ്യായം 30-ാം വാക്യമാണ്. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. ഒരു പ്രതീക്ഷയില്ലായിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ വിളിച്ചു. ദൈവം നമ്മുടെ കുറവുകൾക്ക് പകരം ദൈവം തന്നെ നിറവ് നമ്മുടെ ഉള്ളിലേക്ക് അയക്കുന്ന ഒരാളാണ്. ഞാൻ ഈ അബ്രഹാമിൻ്റെ പാഠം പഠിച്ചു വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചു, തലങ്ങും വിലങ്ങും എൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ടൊക്കെ ഞാൻ ആലോചിച്ചു, ദൈവമേ, എന്തിനാ എന്തിനാ എന്തിനാ? അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ നമ്മുടെ ഇന്നലകളെ, നമ്മളൊക്കെ എത്ര വലിയ ആളായാലും എത്ര വലിയ കാര്യമായാലും അവർ പറഞ്ഞു, പിന്നെ അവൻ ഇപ്പോഴല്ലേ വലിയ ആളായോ, പക്ഷെ അവൻ്റെ പൂർവ്വകാലം എനിക്കറിയാം, അവൻ ഇന്നാടെ മോനല്ലേ, അവൻ ഇന്നതല്ലേ എന്ന് പറയും. അതേ മനുഷ്യന് പറയാനുള്ളൂ. പക്ഷെ നമ്മൾ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രതിസന്ധി എങ്ങനെയും എന്തോ ചെയ്യും, ഒന്ന് കഴിഞ്ഞു പോയാൽ മതി. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കാണുന്നത് ഇന്നലകളെ വെച്ചാണ്. നമ്മൾ നമ്മളെ കാണുന്നത് ഇന്നുള്ളതെന്ന് മാറി നാളത്തെ എങ്ങനെയും ഒന്ന് എത്തിയാൽ മതി എന്ന് വിചാരിച്ചാൽ, ഒരു രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നും, ഒരാഴ്ച എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നും, ഒരു മാസം എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനല്ല. ഒരാളെ കാണുമ്പോഴേ അവനെ എന്തോ ആക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ദൈവം അവനെ വിളിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ളവർ നമ്മുടെ ഇന്നലകളെ കാണുന്നു, നമ്മുടെ പാസ്റ്റ്. നമ്മൾ നമ്മുടെ പ്രസൻറ്റ് ജീവിക്കുന്നത് എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞൊന്ന് അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് വിചാരിക്കുന്നു. ബട്ട് ഗോഡ് വിൽസ് ഓൾവേസ് അവർ ഫ്യൂച്ചർ. ദൈവം നമ്മുടെ ഫ്യൂച്ചറാണ് കാണുന്നത്. അവനെ എനിക്ക് എന്തോ ആക്കി മാറ്റാൻ പറ്റും, അവനെ എനിക്ക് എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും, അവൻ്റെ തലമുറകളെ എനിക്ക് എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും, അവൻ്റെ അവസ്ഥകളെ എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു റൈറ്റ് സ്പേസിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഇന്നലകളെ നോക്കത്തില്ല. നമ്മുടെ കുറവുകൾക്ക് പകരം അവൻ അവൻ്റെ നിറവിനാൽ നമ്മളെ നിറയ്ക്കും. വിക്കനായ ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിക്കല്ലേ, ഞാൻ വിക്കനാണ്. ദൈവം പറഞ്ഞു, കുഴപ്പമില്ലടാ, അത് മതി, അത് മതി. വിക്കനായ നിന്നിലൂടെ ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവം മോശയെപ്പറ്റി പറയുന്നൊരു കാര്യം, ദൈവം അഭിമുഖമായി ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ആരോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്? മോശയോട്. അതിൻ്റെ കാര്യം എന്തായിരിക്കും? അതിൻ്റെ കാര്യം എന്തായിരിക്കും? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഭാവന ഞാൻ ഇപ്രകാരം കാണുക, നിങ്ങൾക്ക് ബലഹീനതയുള്ള അല്ലെങ്കിൽ വിക്കുള്ള ഒരാളോട് നമ്മളൊരു കാര്യം സംസാരിക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. ചിലപ്പോൾ നമ്മൾ ചക്കയെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? മാങ്ങ എന്ന് പറയും. അപ്പം നമ്മളെന്ത് പറയും? അങ്ങനല്ല, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്യും? ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ, 2 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. നമുക്കറിയാം, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അവർ ചിലപ്പോൾ ആ വാക്ക് കറക്റ്റായിട്ട് പറയത്തില്ല. അപ്പം നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നത് പോലെ മോശയോട് ദൈവം അഭിമുഖമായിട്ടിരുന്ന് സംസാരിച്ചെന്ന് കണ്ടോ.
ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ? ഒരു ദൈവത്തിൻ്റെ ശക്തി കണ്ടോ? ബൈബിള് മോശയെക്കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? ഒരു മനുഷ്യൻ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി വന്ന് ഏലിയാവിനൊക്കെ പ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ മോശയെ പറ്റി പറയുന്നത് അഭിമുഖമായി സംസാരിക്കുന്ന, അത് ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് തപ്പിക്കോട്ടെ എവിടാണെന്ന്. എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അവിടെ മിരിയാമും അഹരോനും മോശയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന വാക്കുകളുണ്ട്. അപ്പൊ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അവിടെ ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഇതുപോലെ എൻ്റെ ദാസനായ മോശയെ പോലെ. എൻ്റെ ദാസനായ ആർക്കെങ്കിലും ആ പോഷൻ കിട്ടിയോ? അവിടെ പറയുന്നൊരു വാക്കാണ്. ഞാൻ ആ വാക്കുകളും നോക്കുവാണ്. അവിടെ പറയുകയാണ്, എൻ്റെ ദാസനായ മോശയെ പോലെ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന കാര്യമാണ്. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. പിന്നുണ്ട്, എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുവാൻ ശങ്കിക്കാതിരുന്നത് എന്ത്? അതേത് വാക്യമായിരുന്നു? അത് 7:8 ലാസ്റ്റ് ആവോ ഞാൻ വായിച്ചത്. പിന്നെ 8 വായിച്ചോ? 8. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുവാൻ ശങ്കിക്കാതിരുന്നത് എന്ത്? കണ്ടോ? ബാക്കിയുള്ളവരോടൊക്കെ സ്വപ്നത്തിലും മറപൊരുളായും ദൈവവചനത്തിലൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, അവനോട് ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നതെന്നാ പറഞ്ഞേ? അഭിമുഖമായിട്ട്. കണ്ടോ? ഇപ്പൊ പലപ്പോഴും നമ്മുടെ അവസ്ഥകളെയൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ദൈവീക സാന്നിധ്യം വളരെ തിരിച്ചറിയാൻ പറ്റുന്നെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇൻ സ്പൈറ്റ് ഓഫ് അവർ വീക്ക്നെസ് വി കുഡ് എക്സ്പീരിയൻസ് ദ ഗോഡ്സ് പ്രസൻസ്. നമ്മുടെ പ്രതികൂലങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, ഭാരങ്ങളുടെ നടുവിൽ ഈ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതിലുത്തമ ഉദാഹരണങ്ങൾ ഒരാളാണ് മോശ. അപ്പം മോശയോട് ദൈവം എങ്ങനെയാണ്? മറ്റുള്ള പ്രവാചകന്മാരോട് സംസാരിക്കുന്നതോട്ടല്ല, മുഖാമുഖമായി. അപ്പൊ കണ്ടോ, ദൈവത്തെ മുഖാമുഖം കാണാൻ തൻ്റെ ജീവിതത്തിലുള്ള വീക്ക്നെസ്സുകൾ തന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. മനുഷ്യൻ ഇന്നലകളെ നോക്കുന്നു. മറ്റുള്ളവർ നമ്മുടെ ഇന്നലകളെ പറ്റി പറയുമ്പോൾ ദൈവം നമ്മുടെ ഇന്നലകളെ പറ്റിയല്ല പറയുന്നത്, ദൈവം നമ്മുടെ നാളുകളെ പറ്റിയാണ് പറയുന്നത്. വാട്ട് യു ആർ ഗോയിങ് ടു ബി, വാട്ട് ഐ ക്യാൻ മേക്ക് യു. നമ്മൾ നാളെ എന്തായിത്തീരും, നമ്മൾ നാളെ എങ്ങനെ ആയിത്തീരും, നമ്മൾ നാളെ എന്തായിത്തീരും എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12-ാം അധ്യായവും
2-ാം വാക്യം ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, വലിയൊരു ജാതിയാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ദൈവം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഈ അനുഗ്രഹം നമുക്ക് വേണ്ടിയുള്ള, നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ, നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമ്മളിത് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയണം, എന്ത്? ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആയിട്ട് രണ്ടാമത് പറയുന്നു, അത് മലയാളത്തിൽ വന്നിരിക്കുന്നത് ഒരുമിച്ചാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. പക്ഷെ അവിടെ രണ്ടാമത്തെ അനുഗ്രഹം പറയുന്നു, ഞാൻ നിന്നെ എന്തോ ചെയ്യും? അനുഗ്രഹിക്കും. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, എന്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആരെങ്കിലും കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചു വിട്ട് ദൈവത്തിന് അനുഗ്രഹിക്കാൻ ആരെങ്കിലും വേണ്ട. അപ്പോൾ ആദ്യം അനുഗ്രഹിക്കാനുള്ള ആൾക്കാരെ തന്നിട്ടാ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് കഴിക്കാൻ ആളില്ല, ഉണ്ടാക്കിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് പറയുന്ന വിട്ട് ദൈവം ഇവിടെ പറയണം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, എന്നിട്ട് ഞാൻ നിന്നെ എന്തു ചെയ്യും? അനുഗ്രഹിക്കും. ആയിട്ട് പറയുന്നു, നിന്റെ പേര് ഞാൻ എന്തു ചെയ്യും? വലുതാക്കും. അത് കുപ്രസിദ്ധിയെ പറ്റിയല്ല പറയുന്നത്, പ്രസിദ്ധമാക്കും, വലുതാക്കും. നിന്നെ ബാക്കിയുള്ളവരറിയും. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ബാക്കിയുള്ളവരറിയും. നീ അനുഗ്രഹമാണെന്ന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അറിയും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ പേരെങ്ങനെ? നമ്മളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരെന്താ പറയുന്നത്? നമ്മുടെ അയൽക്കാരെന്താ പറയുന്നത്? നമ്മുടെ ബന്ധുമിത്രാദികൾ എന്താ പറയുന്നത്? ഒരു നല്ല പേര് നമുക്കുണ്ടോ? പ്രോബബ്സ് സദർശവാക്യം പറയുന്നത്, വെള്ളിയേക്കാളും പൊന്നിനേക്കാളും ഒക്കെ വലുതാണ് ഒരു നല്ല പേരെന്ന. എ ഗുഡ് നെയിം ഈസ് വാല്യുബിൾ ദാൻ ഗോൾഡ് ആൻഡ് സിൽവർ. സ്വർണത്തിനേക്കാളും പൊന്നിനേക്കാളും ഒക്കെ വലുതാണ്. നമുക്കറിയാം, പല ദൈവദാസന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നാട കൊച്ചുമക്കളാണ് എന്ന് പറയുന്നത് പോലെ, ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ പേരിൽ എന്തു ചെയ്യണം? നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടണം, അറിയപ്പെടണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടായിരുന്നു, ഞങ്ങളെ ഇങ്ങനെ വഴി നടത്താൻ പഠിപ്പിച്ച ഒരു മാതാവ്, പിതാവെന്ന് ദൈവം എന്തു ചെയ്യണം? ദൈവമല്ല, നമ്മുടെ തലമുറകൾ പറയണം. ഇവിടെ പറയാണ്, നിന്റെ പേര് ഞാൻ വലുതാക്കും. ആയോ ചോദിച്ചാൽ ആണ്. ഇസ്രയേലുകാർ പറയുന്ന അബ്രഹാം ഞങ്ങളുടെ പിതാവെന്നാണ്. യഹൂദന്മാർ പറയുന്ന അബ്രഹാം നമ്മുടെ പിതാവ്. ക്രിസ്ത്യാനികൾ പറയുന്ന അബ്രഹാം ഞങ്ങളുടെ പിതാവെന്നാണ്. മുസ്ലിങ്ങൾ പറയുന്നത് കണ്ടോ? എല്ലാവർക്കും ആരെ മതി അപ്പനായിട്ട്? അബ്രഹാമിനെ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, വരുന്ന തലമുറകൾ, അവർ പറയട്ടെ, എനിക്കിങ്ങനെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയത്തക്കോണം ഒരു ലെഗസി നമുക്ക്. എൻ്റെ പിതാവ് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്ന ഒരാളാണ്. തൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. താൻ ഒരു സ്ട്രോങ് മനുഷ്യനായതുകൊണ്ട് എതിർപ്പുകളൊന്നും തനിക്ക് വലിയ പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ താൻ വിശ്വാസത്തിൽ വന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ. പക്ഷെ ദൈവം തന്നെ മാനിച്ചു, തൻ്റെ തലമുറകളെ മാനിച്ചു. ദൈവം ഞങ്ങൾക്ക് ആവശ്യമാണെന്നെല്ലാം നൽകി മാനിച്ചു. ഇപ്പം ഞാൻ ഈ സൗത്ത് ആഫ്രിക്കയിൽ വന്ന സമയത്ത്, സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൗത്ത് ആഫ്രിക്ക രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല മറ്റുള്ള രാജ്യങ്ങളുടെ എങ്ങനെയാണെന്ന്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അപ്പൻ്റെ സർനെയിം കുഞ്ഞുങ്ങൾക്ക് വരും. എൻ്റെ പേര് ആൽവിൻ കൊല്ലശ്ശേരി ലാസ് എന്നാണ്. അപ്പോൾ എൻ്റെ മോന് പേരിടുമ്പോൾ എലൈജ കൊല്ലശ്ശേരി ആൽവിൻ എന്നാണ് വരേണ്ടത്. പക്ഷേ സൗത്ത് ആഫ്രിക്കക്കാർ സമ്മതിക്കത്തില്ല. അവർ എൻ്റെ സർനെയിമേ അവനെടുത്തുള്ളൂ. അവനെ അങ്ങനെ കൊല്ലശ്ശേരി ലാസർ എന്നായി. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും അങ്ങനെയാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ എൻ്റെ പാസ്പോർട്ടൊന്ന് ഇതാക്കിയൊന്ന് ഒരു ഇച്ചിരി പ്രൊസീജിയറിൽ കൂടെ ഒക്കെ ഒന്ന് പോയാൽ, ഇന്ത്യക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, അവരങ്ങ് മാറ്റും. പക്ഷെ ഞാൻ മാറ്റിയില്ല. ഞാനതൊരു പ്രിവിലേജായിട്ട് അങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പന് ഒരു ഒറ്റ
ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയോണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ദൈവത്തെ അറിയാൻ പറ്റിയത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ വേറെ ആരും പുള്ളിക്കാരൻ്റെ പേരിട്ടില്ലെങ്കിലും ഞാനിടും. എനിക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞത്, എനിക്ക് ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്, എനിക്ക് ഈ ദൈവത്തെ സെർവ് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ അപ്പനൊറ്റയ്ക്ക് ഇറങ്ങിയതുകൊണ്ട്. അതുകൊണ്ട് ഇനിയുള്ള തലമുറകൾ ലാസറിൻ്റെ മക്കളെന്ന് അറിയപ്പെട്ടാൽ മതി എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ ആ പേര് മാറ്റിയില്ല. ബേസിക്കലി നോക്കുവാണെങ്കിൽ അവരുടെയൊക്കെ പേരിൻ്റെ അറ്റത്ത് കൊല്ലശ്ശേരിയിൽ ആൽവിൻ എൻ്റെ പേരാ പറയണ്ട. ഞാൻ പറഞ്ഞില്ല, എന്നെ ഈ ആൽവിനാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ദൈവസേനയിൽ ഇരുന്ന് കരഞ്ഞൊരു മനുഷ്യനുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി വന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ലാസർ. അതുകൊണ്ട് അവരൊക്കെ ആ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് കേൾക്കുന്ന നിങ്ങളുടെ കൊച്ചുമക്കൾ പറയട്ടെ, എനിക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന മാതാവ് ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന പിതാവ് ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഒരുപക്ഷെ നിങ്ങൾ വിവാഹിതരല്ലായിരിക്കാം എന്നെ കേൾക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, അബ്രഹാമിനോട് അങ്ങ് പറഞ്ഞു, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. കർത്താവെ, ഇന്ന് എൻ്റെ പേര് പറഞ്ഞാൽ അപമാനമാണ്, ദുഃഖമാണ്, പ്രശ്നമാണ്. പക്ഷെ അത് മാറ്റി അനുഗ്രഹിക്കാൻ കഴിയുന്ന, ഒരിക്കൽ ദൈവത്തെ വിട്ടകന്നു പോയൊരു സഹോദരി, അവൾ നവോമി എന്ന് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ അങ്ങനെ എന്നെ വിളിക്കരുത്, നിങ്ങൾ അങ്ങനെയല്ല വിളിക്കരുത്. അതുപോലുള്ളൊരവസ്ഥയായിരിക്കാം. എന്നാൽ തുടർന്ന് നമ്മൾ കാണുന്നൊരു വാക്കുണ്ട്, രൂത്തിനൊരു മോൻ ജനിച്ചപ്പോൾ അതൊക്കെ മാറിയെന്നേ, അതൊക്കെ മാറി എന്ന് പറയുന്നത് പോലെ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇവിടെ ഉണ്ട്. കർത്താവ്, ഞാൻ നിൻ്റെ പേര് വലുതാക്കുമെന്ന് അങ്ങയുടെ വാക്തത്വമാണല്ലോ. കർത്താവ്, എൻ്റെ ജോലി സ്ഥലത്ത് കർത്താവെ, എൻ്റെ അയൽക്കാരുടെ മധ്യത്തിൽ, എൻ്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ, കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, കർത്താവെ, ഞാൻ ആയിരിക്കുന്ന ദേശത്ത്, ഞാൻ ആയിരിക്കുന്ന സഭയിൽ എന്നെ അനുഗ്രഹിക്കാൻ അങ്ങയ്ക്ക് കഴിയും. എൻ്റെ പേര് വലുതാക്കുവാൻ അങ്ങയ്ക്ക് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങ് അബ്രഹാമിന് കൊടുത്ത ഈ അനുഗ്രഹങ്ങൾ കർത്താവെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിൻ്റെ പേര് വലുതാകും, നിൻ്റെ പേര് വലുതാകും. ഉടവലരികനപന ശംഥനാരികന ഹസ്തുര പൗഡാരികനെ. കർത്താവ്, ഹല്ലേലൂയ, ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളുടെ പേരിൽ അറിയപ്പെടട്ടെ. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരെന്നും വിശ്വാസത്തിലേക്ക് നയിച്ചവരെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെന്നും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെന്നും ഉള്ളവർ അങ്ങ് ഞങ്ങൾക്ക് നൽകണം, അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണ് പി ജി വർഗീസ് അങ്കിൾ, പാസ്റ്റർ പി ജി വർഗീസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇപ്പോൾ കുറേ നാളായി ഞാൻ കേട്ടിട്ട്. ഒരു സമയത്ത് ഞങ്ങളുടെ മിനിസ്ട്രി കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചു വരുമ്പോൾ, അപ്പം ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ ഞാനും വൈഫും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേൾക്കാറുണ്ട്. ഒന്ന് ഞങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ 1-2 ആൾക്കാരുടെ മെസ്സേജ് ഇങ്ങനെ കറി കേൾക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഏതോ ഒരു മെസ്സേജിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാനത് ഇവിടെ എഴുതിയിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ 5 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ 5 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എൻ്റെ തലമുറയിൽ മദ്യപാനിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോ ദൈവത്തെ വിട്ടകലുന്ന ഒരാൾ പോലും എന്ത് വരുത്, കാണരുത്. എന്ത് നല്ല പ്രാർത്ഥന അല്ലേ? കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എൻ്റെ 10 തലമുറയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ 10 തലമുറയിൽ ദൈവത്തെ വിട്ടകന്നു പോകുന്നതോ മദ്യപാനിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ മറ്റുള്ള കാര്യത്തിനുള്ളവർ എന്ത് വരരുത്, വിഗ്രഹാരാധികൾ ഉണ്ടാകരുത്, 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 ഉണ്ടാകരുത്. ആമേൻ, 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 ആമേൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇവിടെ ദൈവം പറയാണ്, നിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യും? വലുതാക്കും, വലുതാക്കും. എങ്ങനെ? നമ്മുടെ ഒരു 5 തലമുറകൾ 10 തലമുറകൾ ദൈവത്തെ അറിഞ്ഞാൽ പോരെ? അത് തന്നെ വലിയൊരു സാക്ഷ്യമല്ലേ? ദൈവത്തിൻ്റെ ഒരു ഗ്യാരണ്ടി കണ്ടോ? ദൈവത്തിൻ്റെ ഒരു ഗ്യാരണ്ടി. അപ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം ഒരിക്കൽ നമ്മുടെ പ്രാർത്ഥന കേട്ട, കണ്ടിന്യൂസ് നിങ്ങൾ ഒരു വർഷം, ഒരു മാസം, വർഷങ്ങളോളം പ്രാർത്ഥിച്ച് ഒരിക്കലെങ്കിലും ദൈവം കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് മറുപടി നൽകാതിരിക്കൂ? അവരൊക്കെ എത്ര വഴിതെറ്റി പോയാലും ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരാതിരിക്കൂ? ഇല്ല, ദൈവം കൊണ്ടുവരും, ദൈവം കൊണ്ടുവരും. കാര്യം ദൈവത്തിൻ്റെതാണ്, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. എൻ്റെ പേര് ദൈവത്തിന് വലുതാക്കണമെങ്കിൽ എൻ്റെ തലമുറകളെ ദൈവത്തിന് ഉപയോഗിച്ചേ പറ്റൂ. എൻ്റെ പേര് ദൈവത്തിന് വലുതാക്കണമെങ്കിൽ എൻ്റെ കൊച്ചുമക്കളെ ദൈവം ഉപയോഗിച്ചേ പറ്റൂ. എൻ്റെ പേര് ദൈവത്തിന് വലുതാക്കണമെങ്കിൽ വരും തലമുറകളെ ദൈവത്തിന് ഉപയോഗിച്ചേ പറ്റൂ. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ പേരെന്തോ ദൈവം വലുതാക്കും. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ എന്തോ അനുഗ്രഹമായിരിക്കും. അനുഗ്രഹം. ഇത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അനുഗ്രഹമാണോ? ഇല്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തമാണിത്, ഞാനൊരു അനുഗ്രഹമായിരിക്കുമെന്ന് അങ്ങനോട് പറഞ്ഞതാ. ഇന്ന് എന്നെ കാണുമ്പോൾ ആൾക്കാർ ഓടി ഒളിക്കുക, ഞാനൊരു ശാപമാണ്, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികളൊക്കെ. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പറയണം, കർത്താവെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, കിടക്കാൻ പോകുമ്പോൾ പറയണം, കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തം എൻ്റെ മേലുണ്ട്, ഞാനൊരു അനുഗ്രഹമായിരിക്കും, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ദിവസങ്ങൾ തുടങ്ങാം. നമുക്ക് ദിവസങ്ങൾ നമ്മൾ അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. കാര്യം ഇത് പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്. ആകാശത്തെയും ഭൂമിയും സകലത്തെയും ഉളവാക്കിയ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, എന്ത്? നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത പറയുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്തോ ചെയ്യും? അനുഗ്രഹിക്കും. അപ്പം നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവരെന്തോ ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിക്കുന്നവരെന്തോ കേട്ടെ? ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ അനുഗ്രഹിക്കുന്നവർ എന്ന് വെച്ചാൽ, യോബിൻ്റെ കാര്യം പറയുന്നത്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോബിൻ്റെ അവസ്ഥ മാറ്റിയെന്ന് പറയുന്നത് പോലെ, നമ്മളെ വിളിച്ച് നല്ല വാക്ക് പറയുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ, നമ്മളെ ആശ്വസിപ്പിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമ്മളെ സഹായിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് മറ്റുള്ളവർ എപ്പോഴാണ് അനുഗ്രഹമായിട്ടും വരേണ്ടത്? അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഈ സ്വർഗത്തിൽ പോകണം എന്ന് പറയുന്ന കൂട്ട, സ്വർഗത്തിൽ എപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ? ഒന്നെങ്കിൽ കർത്താവ് വരണം, ഇല്ലെങ്കിൽ മരിക്കണം. എന്നാൽ ഇപ്പം കർത്താവ് പറയടാ, ഇപ്പം നിന്റെ ജീവൻ ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ കർത്താവേ, പിള്ളേർ പഠിച്ചു കഴിഞ്ഞില്ല, ഞാൻ ഇപ്പം പോയ അച്ചാൻ്റെ കാര്യം ആര് നോക്കുമോ? അല്ലെങ്കിൽ അച്ചാനാണെങ്കിൽ പറയും, പിള്ളേരുടെ കാര്യം ആര് നോക്കുമോ? അപ്പം സ്വർഗത്തിൽ പോകണ്ടേ? അത് വേണം എന്ന് പറയുന്നത് പോലെ, നമ്മൾ മറ്റുള്ളവർക്ക് ആകണമെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ പോകണം. നമുക്കെപ്പോഴും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ നമ്മുടെ വിചാരം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൈ നിറച്ച് അനുഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന എപ്പോഴാണെന്നറിയോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു വാക്കുണ്ട് 23-ാം സങ്കീർത്തനത്തിൽ. എന്താണെന്നറിയോ? കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും, അറിയാവുന്നവരൊന്ന് പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞോ. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, അതിന്റെ വഴി പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നപ്പോഴാണ് ആർക്കിത് മനസ്സിലായത്? ദാവീദിന്.
നമ്മളിവിടെ രാത്രി കറണ്ട് പോയാൽ മതി, അന്നേരമോ അയ- ആ മേളിൽ കയറി എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഇച്ചിരി ചെറിയൊരു കുഴി കണ്ടാൽ മതി, അന്നേരമോ. എന്നെ കേൾക്കുന്നവരെ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ കൂടെ ഒക്കെ പോകണം. ഇങ്ങനെയുള്ള അവസ്ഥ കൂടെ നമ്മൾ പോകണം. ഒരുപക്ഷെ രോഗമായിരിക്കാം നമ്മളെ അതിൻ്റെ അകത്തൂടെ നടത്തുന്നത്. അത് ഒരാൾ കുറച്ചു നാളൊക്കെ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ ഇതെന്തോ ദൈവത്തിൻ്റെ. കണ്ടോ, പ്രാർത്ഥിക്കുന്നവർക്ക്, പാടുന്നവർക്ക്, ദൈവത്തെ വിളിക്കുന്നവർക്ക്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ദൈവിക സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവഭക്തനായ ഇയ്യോബ് ഇപ്രകാരം തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമാണോ, തിന്മയും നമ്മൾ എന്തോ വേണ്ടേ? അനുഭവിക്കണം. ഈ തിന്മയുടെ മരണകരമായ രോഗത്തിന്റെ സ്ഥാനത്തും തൻ്റെ ജീവനെ തുടരുതെന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാ, കരുണ ഇയ്യോബിന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് എന്താ? ഈ ഒരു അവസ്ഥയിലായപ്പോഴാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നത് എന്താ? നമുക്ക് അനുഗ്രഹങ്ങൾ, അത് നമ്മൾ നമ്മുടെ ചിന്താഗതിയാണ്. നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റണം. ഇപ്പം നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ 20% അബ്രഹാം തൻ്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. ദൈവത്തിൻ്റെ വിളിയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഉപരി തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് സ്വയം തീരുമാനങ്ങൾ എടുത്ത് സ്വതന്ത്ര ഇച്ഛാശക്തിയിലൂടെ ജീവിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അപ്പം നമ്മളെ ആരെങ്കിലും അനുഗ്രഹിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇന്ന് എൻ്റെ വീട്ടിൽ ബിരിയാണിയാ എന്നങ്ങ് വെച്ചോ. ശരിയാ, ഇന്ന് ബിരിയാണി ഉണ്ട് കേട്ടോ, ഇന്ന് ബിരിയാണിയാണ്. അപ്പം ടിമ്മി ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയാണ്, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വരുന്നു, കുറച്ച് ബിരിയാണിയും കൊണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയും, പൊന്നു ബ്രദറെ വേണ്ട, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണിയുണ്ട്. എനിക്ക് ചില സമയത്ത് ബോറൊക്കെ അടിക്കുമ്പോൾ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ അമ്മേൻ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് പ്രയാസം വരുമ്പം, അതുപോലെ തന്നെ ദേഷ്യം വരുമ്പം, അതുപോലെ ഇതൊക്കെ വരുമ്പോൾ ഞാൻ എന്തെന്നറിയോ, കിച്ചണിലോട്ട് കയറി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജൊക്കെ കേൾക്കും, ഒരു പാട്ടൊക്കെ കേൾക്കും. ആ പാട്ടും നമ്മൾ പഠിക്കും, മെസ്സേജും കേൾക്കും, പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ നല്ലൊരു ഡിഷും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരുമായിട്ട് ചേർന്ന് കഴിക്കുമ്പോൾ എൻ്റെ ആ വിഷമവും മാറും, എൻ്റെ ആ ദേഷ്യവും മാറും, എല്ലാവർക്കും ഒരു സന്തോഷമാവും. ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല, ഇന്ന് ഞാൻ സ്കൂളിൽ പോയായിരുന്നു, എനിക്ക് നല്ല സുഖമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഇന്ന് വൈഫൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു നല്ലൊരു ബീഫ് ബിരിയാണിയൊക്കെ വെച്ചു. അപ്പം നമ്മളിങ്ങനെയാണ്. അപ്പം എന്നെ അനുഗ്രഹിക്കാൻ ഇന്ന് ടിമ്മി ബ്രദർ തീരുമാനിച്ചു. പുള്ളി വിചാരിച്ചു ഈ പുള്ളിക്ക് ബിരിയാണി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബീഫ് ബിരിയാണിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? വേണ്ട ബ്രദറെ. ആ അപ്പോൾ പുള്ളിയുടെ ആ ബീഫ് ബിരിയാണി എനിക്ക് അനുഗ്രഹമായോ? ഇല്ല. അപ്പം അതേസമയം എനിക്കൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പറയും, കർത്താവേ സ്തോത്രം. പക്ഷെ അത് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ദൈവസേനയിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ എന്നെ പലരും സഹായിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ വേറെ ലെവലിൽ പോകാനായിരുന്നു. പക്ഷെ ചില സമയത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും, കർത്താവേ അവരെന്നെ സഹായിക്കാതിരുന്നതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കാര്യം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ എന്തോ ഇത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവം നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ. ഇത് നമുക്ക് അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇപ്പം നാളെ നിങ്ങൾക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ
നമ്മുടെ ഒരു നാളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടിവെച്ചിട്ടുണ്ട്. മക്കൾ ഇന്നതാകണം, ഇന്നൂട്ടാവണം, ജോലി ഇങ്ങനെ ആവണം. പക്ഷെ ദൈവം അബ്രാഹാമിനോടാണെന്നും പറഞ്ഞു. ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തെ പോവുക. നീ പോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം ക്ലൂ ഒന്നും കൊടുത്തില്ല. ക്ലൂ ഒന്നും കൊടുത്തില്ല. ക്ലൂ ഒന്നും കൊടുത്തില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു സംഭവം മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവരിടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിച്ചു, ദാണ്ട അപ്പ ഷോപ്പ് മേടിക്കുന്നു, അടുത്ത ഷോപ്പ് ദാണ്ട ആ ഷോപ്പിൽ കാണും മേടിക്കുന്നു എന്ന് പറയുന്ന കൂട്ട് നമുക്ക് ക്ലൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ചോദിക്കും, ദൈവമേ അടുത്ത് വരുന്നുണ്ട്, അതാണോ? അടുത്ത് വരുന്നുണ്ട്, ഇതാണോ എന്ന് നമ്മളെന്ത് ചെയ്യും? ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിലുള്ള നോട്ടം മാറി നമ്മളെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി, നല്ലതുപോലെ ഉറങ്ങിപ്പോയി. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. അത് ഒരു പിതാവിൻ്റെ കയ്യിൽ ഒരു കൊച്ചു ബാലൻ പിടിച്ചിരിക്കുന്നു. എനിക്കൊന്നൊരു 3 അല്ലെങ്കിൽ ഒരു 4 വയസ്സ് കാണും. സംസാരിക്കാൻ കഴിയുന്ന, പതുക്കെ നടക്കുന്ന ഒരു ബാലൻ. അപ്പോൾ അപ്പം പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നുള്ളൂ. ഈ ബാലൻ ഇങ്ങനെ നടന്നു പോകണം. അപ്പം 2 സൈഡിലും ഉത്സവപ്പറമ്പിലെ കൂട്ടുള്ള കാഴ്ചകളാണ്. ഉത്സവപ്പറമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ബലൂണുകളും കൊച്ചു ഇതൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചു പയ്യനെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് വേണം. ഇന്ന് ഈ കടയുടെ മുമ്പിൽ ഇത് കണ്ടു, അടുത്ത കട കാണുമ്പോൾ പുള്ളിക്ക് അത് വേണം, അതിൻ്റെ അടുത്ത് കാണുമ്പോൾ അത് വേണം. അങ്ങനെ ഈ അപ്പൻ ഇങ്ങനെ നടന്ന് പോയി ഈ കുഞ്ഞിനെ ഒരു കടയിൽ കൊണ്ട് കയറ്റി നിർത്തി. അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പം ഞാൻ ഇതൊക്കെ ടോട്ടലി ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം. ഞാനും അതുപോലെ കാണുന്നതെല്ലാം എന്തോ ചെയ്യും, നമുക്ക് വേണം. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടിയൊരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു റോൾ മോഡലുണ്ട്. ഇപ്പോൾ ഒരാളോട്, ഒരു പ്രാസംഗികനോട് ചോദിച്ചാൽ പറയും, എനിക്ക് ആരെപ്പോലെ പ്രസംഗിക്കണം? ഇന്ന പാസ്റ്ററെ കൂട്ട്, ഇല്ല ഇന്ന പ്രസംഗനെ കൂട്ട്. നമ്മളെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കണം? ഇന്ന അമ്മാമ്മയെ കൂട്ട്, അല്ലെങ്കിൽ ഇന്ന അച്ചായനെ കൂട്ട്. അത് അവർക്കുള്ള വിളിയാണ്, അത് നമുക്കുള്ളതല്ല. അത് അവർക്കുള്ളതാ, നമുക്കുള്ളതല്ല. ഇപ്പം എന്നെ കേൾക്കുന്നവരെ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ ദൈവം ഒരു മെഷർമെൻറ്റോ അല്ലെങ്കിൽ ഒരു മീറ്ററോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. എത്രയും വലുതാക്കും? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കരുണ തോന്നണമെന്ന്. നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കണ്ടിട്ടുണ്ടോ? എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ എന്ത് ചെയ്യും? എന്നുള്ളവനോട് കരുണ തോന്നുന്നു. കരുണ അത് ദൈവത്തിൻ്റെ കരുണയാണെന്നേ. അതിൻ്റെ അകത്ത് നമുക്കൊന്നുമില്ല, നമുക്ക് പറയാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഇച്ഛിക്കുന്നവനോ ചെയ്യുന്നവനോ ഒന്നുമല്ല. കരുണ തോന്നുന്ന ദൈവമാണെന്നാണ് ദൈവജനം പറയുന്നത്. ഞാൻ പറഞ്ഞ വാക്യം പുറപ്പാട് പുസ്തകം 33 വാക്യത്തിൽ ഉണ്ട്. അതിന് അവൻ 33 അധ്യായത്തിലുണ്ട്, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. 33:19 അവസാന ഭാഗങ്ങൾ. അപ്പൊ ദൈവത്തിന് കൃപ തോന്നിയാൽ ദൈവം കൃപ തോന്നി, കരുണ കാണിക്കാൻ മനസ്സ് തോന്നിയാൽ കരുണ കാണിച്ചു. അതിൻ്റെ അകത്ത് വേറൊരാളുടെ കാര്യമൊന്നുമില്ല. ഇവിടെ ദൈവം പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അടുത്ത വാക്ക്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. അത് എന്നെ കേൾക്കുന്നവരെല്ലാം, ഐ വാണ്ട് എവരിബഡി ടു സേ ഇൻ യുവർ ഹാർട്ട്, ഇൻ യുവർ മൈൻഡ്, ലെറ്റ് ഇറ്റ് കം ഔട്ട് ഫ്രം യുവർ മൗത്ത്,
എന്നെ കേൾക്കുന്നവരെല്ലാം അതൊന്ന് ഉറക്കെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞേ, നിന്നെ ശപിക്കുന്നവരെ ആര് ശപിക്കും? ഞാൻ ശപിക്കും. ദൈവം ആര് പറഞ്ഞു? ദൈവം ദൈവം പറഞ്ഞു. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ഞാൻ ശപിക്കും. ശപിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ കേട്ട സമയം മുതൽ നിങ്ങൾ ഈ അബ്രഹാമിന്റെ മക്കളായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങളുടെ വായിൽ നിന്ന് എന്തോ വരരുത്. ശാപവാക്കം വരരുത്. വിട്ടുകളഞ്ഞേക്കണം. ഒരു പക്ഷെ നമ്മുടെ കാശ് അടിച്ചുകൊണ്ട് പോയവരായിക്കൊള്ളട്ടെ, ഒരു പക്ഷെ നമ്മളെ പറ്റി അനാവശ്യം പറഞ്ഞവരായിക്കൊള്ളട്ടെ, നമ്മളെന്തോ ചെയ്യാൻ പോണ്ട? ശപിക്കരുത്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ എന്തോ ചെയ്യാം? തിന്മയെ നന്മയാൽ നമുക്ക് എന്തോ ചെയ്യാം? തോൽപ്പിക്കാം. നന്മയാൽ ജയിക്കണോ? അതെ, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ശത്രുക്കളുടെ മുമ്പാകെ ഇതിപ്പോ ദൈവം അനുഗ്രഹിക്കുന്ന കാണാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അപ്പൊ ശത്രുക്കൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചു വേണം, എന്തുകൊണ്ട്? ഒരു ഉയർച്ച എവിടുന്നൊക്കെയോ വരുന്നുണ്ട്. നമുക്ക് ശത്രുക്കളില്ല, കാര്യം ശത്രുക്കളെ സ്നേഹിക്കാനാ ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മളെപ്പറ്റി അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ, ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ. ദൈവം പറഞ്ഞു, നിന്നോട് ആരെങ്കിലും എതിരിട്ടാൽ ഞാനെന്തോ ചെയ്യും? നിന്നെ ആരെങ്കിലും ശപിച്ചാൽ നീ ശപിക്കാൻ ഒന്നും പോകരുത്. ദൈവസന്നിധി വന്നിട്ട് എന്തോ വരുത്? കിടന്ന് കരഞ്ഞിട്ട് പറയാം കേട്ടോ, പറയാം. കാര്യം സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ തലമുറകൾ എന്ത് കേട്ടെ നശിച്ചു പോകട്ടെ, അവൻ അങ്ങനെ ആയിപ്പോട്ടെ. വിഷമം ദൈവസന്നിധി പറയുന്നതുകൊണ്ട് ഒന്നുമില്ല. അങ്ങനെ താൻ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ താൻ പറയുകയാണ്, ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. എന്തോന്നറിയോ? അവർ വഴുവഴുപ്പി നിൽക്കുന്നു എന്ന് വെച്ചാൽ ഏത് സമയത്തും വീഴാം. വീണാ പിന്നെ എന്ത് ചെയ്യാം? വഴുവഴുപ്പ. എണ്ണീക്കാൻ നോക്കും, പിന്നെയും വീഴും. എണ്ണീക്കാൻ നോക്കും, പിന്നെയും വീഴും. ഇവിടെ ദൈവം പറയുന്നു, നിന്നെ ശപിക്കുന്നവരെ എന്തോ ചെയ്യും? ഞാൻ ശപിക്കും. അപ്പം നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. അപ്പം നമ്മളോട് ആരെങ്കിലും എന്തിനും പറഞ്ഞാൽ എന്തോ ചെയ്യണ്ട? നമുക്ക് തോന്നും ഇത് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരു പാർട്ടിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇഷ്യൂ. അപ്പം ന്യായം എൻ്റെ ഭാഗത്തായിരുന്നോ എന്ന് ചോദിച്ചാൽ ആണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, കൂട്ടുകാരൻ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പോൾ പുള്ളി എൻ്റെ അടുക്ക പറഞ്ഞു, ആൽവിൻ, അവർ പറയുന്നതിലൊക്കെ കാര്യം കാണത്തില്ലേ? അപ്പം എനിക്ക് സത്യം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വല്ലാതൊരു ദേഷ്യവും സങ്കടവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എന്തോ ഇങ്ങനെ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 4 മണിക്ക് എണ്ണിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇവരോട് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് 2 എണ്ണം പറയണമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കണക്കൂട്ടുക. പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് എന്നിട്ട് ഞാൻ കർത്താവിനോട്, കർത്താവേ, പറ്റുന്നില്ല, 2 എണ്ണം പറയേണ്ടതായിരുന്നു, പറയാതിരുന്ന മോശമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഹൂ ആർ യു? നീ ആരാണ്? അപ്പം ഞാനിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ഞാൻ ആരാ? എനിക്ക് എന്താ പറയാനുള്ളത്? എന്നോട് ഹൂ ആർ യു ചോദിച്ചാൽ ഞാൻ ആൽവിൻ എന്ന് പറയും. അല്ലെങ്കിൽ ഫുൾ നെയിം പറഞ്ഞ ആൽവിൻ കെ ലാസർ. ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോൻ, അല്ലെങ്കിൽ ലീലാമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ. അതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ലെന്നേ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഐഡന്റിറ്റി അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കിടന്ന്
വലിയ ആള് കളിക്കുന്ന മസിൽ പിടിക്കുന്നതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാ ദൈവജനം പറഞ്ഞത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസം ഒരു ശ്വാസം അത്രയോ ആലോചിച്ചോണം. എപ്പം മസിൽ പിടിച്ചാലും ശ്വാസം പിടിച്ചുകൊണ്ടാണ് ഇത്രയും മസിൽ കിട്ടുന്നതെന്ന് കൂടെ ആലോചിച്ചോണം. അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് പോയില്ലേലും അന്നേരം തീർന്നു. ഇപ്പം മസിൽ പിടിച്ച് നടക്കുമ്പോൾ ആലോചിച്ചോണം, ശ്വാസമാണ് മസില്, ശ്വാസമാണ് മസില്. ദൈവവചനം പറയുന്നു ഒരു ശ്വാസമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ എങ്കിലും കർത്താവേ, അപ്പം കർത്താവ് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത് എൻ്റെ പ്രതിപുരുഷനായിട്ട്, എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ പ്രതിനിധാനം ചെയ്യാനാണ് ഞാൻ അയച്ചത്. അപ്പൊ ആ സന്ദർഭത്തിൽ നീ എന്തോ ഇതില്ല, എന്നെ പ്രതിനിധാനം ചെയ്തില്ല. അപ്പോൾ അത് ആരുടെ കുഴപ്പമാ? എൻ്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ? സ്നാനപ്പെട്ട് വരുമ്പം സ്നാനത്തിന്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനിയും നമ്മളല്ല കർത്താവാണ് നമ്മളിൽ ജീവിക്കുന്നത്. നമ്മൾ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവർ. അപ്പൊ ഈ ക്രിസ്തുവിൽ നിന്ന് മറന്നേക്ക് പുറത്ത് വന്നിട്ട് ഡാ നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് പിന്നെ കയറി അതിൻ്റെ അകത്ത് വിളിച്ചിരിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അപ്പൊ ഇത് ആരുടെ കുഴപ്പം? അപ്പൊ ഞാൻ കർത്താവിനോട് കർത്താവേ ക്ഷമിക്ക്, പറ്റിപ്പോയി, എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിന്നെ മറയാനുള്ള കൃപയില്ലായിരുന്നു. അപ്പൊ നമുക്ക് എതിരെ ഇങ്ങനെ പണിയൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടെണ്ണം പറയണമെന്ന് തോന്നുമ്പോൾ ആലോചിച്ചോണം, എന്ത് ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവരെ ശപിക്കാൻ എന്ത് ചെയ്യരുത്, പോകരുത്. നമ്മൾ അതിന് മറുപടി പറയാനൊന്നും പോകരുത്. ഞാൻ ഇങ്ങനെ ഒരു ഒരു അപ്പച്ചൻ്റെ ഇത് കേട്ടിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പത്രലേഖകരൊക്കെ വന്നു. വലിയ വാർത്തയായി. അദ്ദേഹം 120ാമത്തെ 130ാമത്തെ ബർത്ത്ഡേ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇത് റിയൽ ആണോ അതോ ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ പുള്ളിക്കാരനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഇത്രയും നാളും ജീവിച്ചിരിക്കാനുള്ള രഹസ്യം? അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. അല്ല എങ്കിലും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. അപ്പം പിന്നെ ഞങ്ങളൊക്കെ വിശക്കാതാണോ ആഹാരം കഴിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ശരി അതല്ലല്ലോ. അപ്പോൾ അതല്ല. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ ആരുമായിട്ടും ദേഷ്യപ്പെടാറില്ല. അപ്പോൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ ജീവിച്ചിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓ അപ്പോൾ അതുമല്ല. പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ പുള്ളി പറയുന്നു. അപ്പം ഈ മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ പുള്ളി പറഞ്ഞു, ഞാൻ ആക്ച്വലി ആരോടും എന്ത് ചെയ്യത്തില്ല, ആർഗ്യൂ ചെയ്യത്തില്ല. അപ്പം ഇത് കേട്ടിട്ട് ഒരു പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറി. പുള്ളി പറഞ്ഞു, അതെങ്ങനെ തർക്കിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും നാളൊക്കെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ ശരിയാ, നീ പറഞ്ഞതായിരിക്കും ശരി. ഞാൻ ഇത്രയും നാളും ജീവിച്ചിരിക്കുന്നതിന് മുന്നേ എന്തേലും ഒരു രഹസ്യം കാണും, എനിക്കറിയാത്ത ഒരു രഹസ്യം കാണും എന്ന്. അപ്പം നമ്മളായിരുന്നെ പറഞ്ഞാണ്, എടോ തന്നോടല്ലേ പറഞ്ഞത്, എന്ത് ഇതായിരിക്കും എന്ന്. മനസ്സിലായോ? ഇപ്പൊ ദൈവിക സാന്നിധ്യം ഉള്ളവർ, ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മളെന്തോ ചെയ്യരുത്, അതിൻ്റെ പുറത്തിറങ്ങരുത്. അതിൻ്റെ പിന്നിലിറങ്ങരുത്. കാര്യം അങ്ങനെ ഇറങ്ങിയാൽ നമ്മുടെ ഇനി ഏകദേശം 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ ദൈവം പറയുകയാണ്, എന്ത്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ ഇന്നോട്ട് ആലോചിച്ചോണം, നമ്മൾ ദൈവമക്കളാ, വിശ്വാസത്താൽ ജീവിക്കുന്നവരാ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണ് നിറയുന്ന സമയത്ത് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നൊരു വാക്ക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം വരുന്നത് അവിടെ നിന്നാ. തെക്ക് നിന്നോ വടക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നൊന്നും അല്ലെന്നേ. എൻ്റെ സഹായം അവിടെ നിന്നാ. എനിക്കുള്ള മറുപടികൾ വരേണ്ടത് അവിടെ നിന്നാ. എന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു കരം മേളിലുണ്ടെന്ന്
എന്നെ ശപിക്കുന്നവരെ ശപിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം മേളിലുണ്ടെന്ന്. ആ ദൈവത്തിന്റെ അടുത്തുനിന്ന് നമ്മുടെ അനുഗ്രഹം പറഞ്ഞിട്ട്. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, നമ്മൾ എന്ത് ചെയ്യരുത്? ഇതിന് മറുപടി പറയാൻ പോകരുത്. എന്നെപ്പറ്റി പലരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ എൻ്റെ ചെവിയിലും പലരും എന്നോടും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ദൈവം അതിനൊക്കെ മറുപടി പറഞ്ഞു. എൻ്റെ ദൈവം അവരെ തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ ദൈവം അവർക്ക് നമ്മുടെ ഭാഷ പറഞ്ഞ പണി കൊടുത്തുകൊണ്ടോ ഒന്നുമല്ല. ദൈവം പിന്നെ എങ്ങനെ മറുപടി എന്നറിയോ? എന്നെ ദൈവം ഉയർത്തി, എന്നെ ദൈവം അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി. അത് കാണാൻ ദൈവം എന്തോ ചെയ്തു? അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഈ അനുഗ്രഹത്തിൻ്റെ പാക്കേജുകൾ ഒന്നാണ്, നമ്മളെ ആരനുഗ്രഹിക്കുന്നോ അവരെന്തോ ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. നമ്മളെ ആര് ശപിക്കുന്നോ അവരെന്തോ ചെയ്യും? ദൈവം ശപിക്കും. അടുത്തത് പറയുന്നു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്തോ ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? അപ്പം അനുഗ്രഹത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് ദൈവം ആരെ മാറ്റി? അബ്രഹാം. പറയാണ്, നിന്റെ കൂടുള്ളവർ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ അയൽക്കാർ, നിന്റെ സഭാവിശ്വാസികൾ, നിന്നോടുകൂടെ ജോലി ചെയ്യുന്നവർ ആരിലൂടെ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ? എന്നിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ, എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്നവരെ, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോയി. ഈ വാക്തത്വം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 14-ാം അധ്യായം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആമേൻ. ആമേൻ. കണ്ടോ? അപ്പൊ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ആർക്കുള്ളതാ? വിശ്വാസികൾക്ക്. യേശു ക്രിസ്തു ജാതികൾക്ക് വരേണ്ടതിന്. ആരാണ് ഈ ജാതികൾ? നമ്മൾ യഹൂദരല്ലാത്ത മറ്റുള്ളവരെ യഹൂദന്മാർ വിളിക്കുന്ന പേരാണ് ജാതികൾ. നമുക്കിതെങ്ങനെ ലഭിക്കും? ക്രിസ്തുവേശുവിലൂടെ. എങ്ങനെ ലഭിക്കും? ആത്മാവെന്ന വാഗ്ദത്ത വിശ്വാസത്താൽ പ്രാപിക്കുമെന്ന്. അപ്പൊ വിശ്വാസത്താൽ എന്തോ ചെയ്യും? നമുക്കിത് ലഭിക്കുമെന്നാണ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കേൾക്കപ്പെട്ട ആലോചനയുടെ മുമ്പാകെ ഇനി അടുത്ത ആഴ്ച നമുക്ക് എന്താണ് വിശ്വാസമെന്നോ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ബിലീവ് ദിസ് പർട്ടിക്കുലർ ബ്ലെസ്സിങ്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും ഞാൻ ഈ വാക്ക് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയും, കർത്താവേ, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും, വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്ത് ഞങ്ങളുടെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാറുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കാറുണ്ട്. എന്നെ കേൾക്കുന്നവരെ, അവരനുഗ്രഹമായി മാറണമെങ്കിൽ നമുക്കും ഇത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വാസത്താൽ നമ്മുടെ വാക്കുകളിലൂടെ പറയാം. കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഉദാഹരണമാണ് കടുകുമണി, മല, മസ്റ്റാർഡ് സീഡ് ആൻഡ് മൗണ്ടൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തോ? കടുകുമണി ഏറ്റവും ചെറുത്, മല എന്ന് പറയുന്നത് ഏറ്റവും വലുത്.
അപ്പൊ ഈ ചെറുത് കൊണ്ട് വലുതിനെ എന്തോ ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. നീക്കാൻ പറ്റും, മാറ്റം വരും. നീക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതാ വലുതാ. ഏതാ? ചെറുതില്ലെന്ന്, ചെറുതില്ലെന്ന്. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, ഈ കടുമണിയുടെ ഒരു കാര്യം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് താലോലിക്കാൻ നോക്കിയാൽ എന്തോ ചെയ്യും? അത് താഴെ പോവും. പിന്നെ അതിനെന്തോ ചെയ്യണം? തപ്പി നടക്കേണ്ടി വരും. എവിടാണ് പോയത്? കട്ടിലടിക്കാണോ പോയത്? മേശയുടെ ഇടയ്ക്കാണോ പോയത്? പിന്നെ ഏറ്റവും ലാശം നമ്മളെന്തോ ചെയ്യും? ആ പോട്ടെ, കടുകല്ലേന്ന് വിചാരിച്ച് ഒരു കടുമണി താഴെ പോയി ആരെങ്കിലും തപ്പുവോ? ഇല്ല. പക്ഷെ തപ്പണം കേട്ടോ, തപ്പണം. ഇന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ എന്തോ ചെയ്യണം? നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് പറയാം, ഞാൻ വിശ്വസിക്കുന്നു. എന്ന് സംസാരിച്ച വചനം ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞത്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദിസ് ഈസ് ഫോർ മീ, ദിസ് ഈസ് ഫോർ മൈ ഫാമിലി, ദിസ് ഈസ് ഫോർ മൈ ജനറേഷൻ. And God want me to hear this. And God want you to make you a great nation. And He wanted to bless me. ദൈവം ഞാൻ വലിയൊരു ജാതിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഞാനൊരു അനുഗ്രഹമാണോ എന്ന് ആഗ്രഹിക്കുന്നു. He said you will be a blessing. ദൈവം ഞാനൊരു അനുഗ്രഹമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He said I will bless those who bless you. He said I will curse those who curse you. എന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. Through you all the families in the, through you all the nations in the earth will be blessed. എന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ ഇന്ന് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ, through you Jesus Christ, hallelujah, we can receive this by faith. hallelujah, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ഞാനിത് ഏറ്റെടുക്കുകയാണ്. എൻ്റെ തലമുറകൾ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉഡബല റിഗനപന ഹതുനഗര അസ്തഗരെ പൗഡൽ കനക റിഗന. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, ഇത് കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ട. അവരുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ, ഹൗ ദേ ആർ, and where they are, and what is their situation, but I know you are a great God. You can change their future. You are going to bless them. കർത്താവെ, ഇന്ന് അവരെ അനുഗ്രഹിക്കാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങനെയെങ്കിൽ കർത്താവ്, ഇത് കേൾക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് സംസാരിക്കണമേ, ഇടപെടണമേ. അവരെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ 7 അനുഗ്രഹങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് എന്നോടാണ്, എൻ്റെ തലമുറയോടാണ്, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ ഭാര്യയോടാണ്, എൻ്റെ കുഞ്ഞുങ്ങളോടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പാ. This is for me and for my family, for my wife, for my children. I do believe, Lord. I do strongly believe. Thank you, Father, for blessing us. അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, ഇഫ് യു ക്യാൻ മെമ്മറൈസ് ദിസ്, കാണാതെ പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുക. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതുകൊണ്ട് അനുഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യത്യാസം കാണും. ആമേൻ, ആമേൻ. അവർ നാളെ പറയാൻ തുടങ്ങും, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് എനിക്കെതിരെ പറയുന്നവരെന്തോ വരത്തില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. വി വിൽ ഹാവ് എ കോൺഫിഡൻസ്. ഇതെൻ്റെ കോൺഫിഡൻസ്, എൻ്റെ വിശ്വാസമാണ്. ഇതെൻ്റെ വിശ്വാസമാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടോയെന്നും എന്നെ അനുഗ്രഹിക്കുമെന്നും എവിടെ പോയാലും എനിക്കെതിരെ ആരൊക്കെ നിന്നാലും ദൈവിക സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ പിന്നെ ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് കോൺഫിഡൻസ്, ദ ഗ്രേറ്റ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ.